ഇന്ന് ജൂൺ 21, 2024 അന്താരാഷ്ട്ര യോഗാ ദിനം, ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ. 2014 യുണൈറ്റഡ് നേഷൻസിൻ്റെ 69ാമത്തെ സെഷനിൽ വെച്ചിട്ടാണ് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നരേന്ദ്രമോദിജി അന്താരാഷ്ട്ര തലത്തിൽ യോഗാ ദിന ആചരണം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ജൂൺ 21-ാം തീയതി നാം ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ അഥവാ അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിച്ചു പോരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ജൂൺ 21-ാം തീയതി തന്നെ ഈ ഒരു ദിന ആചരണത്തിനായിട്ട് തിരഞ്ഞെടുത്തത്? ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ ദിവസമാണ് ജൂൺ 21. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും ലെങ്തിയസ്റ്റ് ഡേ ആണ് ജൂൺ 21. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും ജൂൺ 21-ാം തീയതി അന്താരാഷ്ട്ര യോഗാ ദിന ആചരണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇങ്ങനെയൊരു അന്താരാഷ്ട്ര യോഗാ ദിന ആചരണത്തിൻ്റെ ആവശ്യം എന്താണ്? യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ നിരവധി നേട്ടങ്ങൾ ലോകമെമ്പാടും അറിയിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക, ആളുകളിൽ അതിനുള്ളൊരു അവബോധം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ദിന ആചരണത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ 10ാമത്തെ അന്താരാഷ്ട്ര യോഗാ ദിന ആചരണമാണ് നടക്കുന്നത്. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി, അതായത് സ്വന്തം ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഒപ്പം അതിലൂടെ ഈ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും യോഗ എങ്ങനെ ഉപയോഗിക്കാം, പ്രയോജനപ്പെടുത്താം എന്നതാണ് ഇന്നത്തെ തീം. അതിനു മുമ്പ് തന്നെ യോഗ ഫോർ വുമൺ എംപവർമെൻറ്റ് എന്നൊരു ആശയവും ഇപ്രാവശ്യം ഉൾക്കൊള്ളിച്ചിരുന്നു. തീർച്ചയായിട്ടും യോഗ ഫോർ സെൽഫ് എന്നതിൽ എല്ലാ മനുഷ്യരും ഉൾപ്പെടുന്നു. അപ്പോൾ യോഗ ദൈനംദിന ജീവിതത്തിൽ യോഗയിലൂടെ ജീവിക്കുമ്പോൾ കേവലമായ ഒരു എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം എന്നതിലുപരി ഈ പ്രപഞ്ചശക്തിയായിട്ട് നമുക്ക് ഓരോ വ്യക്തികൾക്കും എങ്ങനെ കണക്ട് ചെയ്യാം, എങ്ങനെ ആനന്ദകരമായി സന്തോഷകരമായി ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ശാന്തിയോടെയും ഒക്കെ നേരിടാം എന്ന ഒരു കരുത്ത് നമുക്ക് ഇതിലൂടെ കിട്ടുന്നതാണ്. ആ ഈശ്വരൻ അല്ലെങ്കിൽ ആ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക, അതുമായി കണക്റ്റഡ് ആവുക, അതിനു വേണ്ടിയിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു പ്രയത്നം അത് ലളിതമാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് യോഗ. ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു പരിശീലനം കൂടിയാണ് യോഗ. ചിട്ടയായിട്ടുള്ള അഭ്യാസം എന്നതിലുപരി ജീവിതത്തിലെ ഏറ്റവും ഒരു അമൂല്യമായ നിധിയാണ് യോഗ. അത് ചെയ്യും തോറും അതിലൂടെ ജീവിക്കും തോറുമാണ് അതിൻ്റെ മാധുര്യം തിരിച്ചറിയാൻ സാധിക്കുക. അപ്പോൾ എല്ലാവർക്കും അന്താരാഷ്ട്ര യോഗാ ദിന ആചരണത്തിൻ്റെ എല്ലാ മെസ്സേജസും നൽകുന്നു, എല്ലാ സന്തോഷവും അറിയിക്കുന്നു. ഭക്ത അപർണ സായിബാബായിരിക്കും. വീണ്ടും കാണാം.